ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ റെഡി അല്ലെങ്കിലോ? നീ റെഡി അല്ലെങ്കിൽ റെഡി ആവണ്ട, ഞാൻ ഒറ്റയ്ക്കങ്ങ് പോകും. തുടങ്ങി. എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സ് ഉണ്ടല്ലോ. നീ റെഡി ആയിട്ട് വന്നാ അപ്പത്തേക്ക് ഞാൻ ഇവിടെ ഒരു 5-6 കിഴിയൊക്കെ എടുത്തുക്കാം. അങ്ങനെ പോണ ഇവിടെ നിന്ന് എണീറ്റിട്ട് അതെ ഇവിടെ കിളിച്ചോണ്ട് ഇവിടെ ഇരുന്നിട്ട് എന്നെ കൊണ്ട് പണിയെടുപ്പിക്കാന്ന് ഒരിക്കലും വിചാരിക്കണ്ട കേട്ടല്ലോ. ഇവിടെ ഇരിക്കുന്നുണ്ട് ഈ പണിയെടുക്കണം. ഈ പറഞ്ഞ ആ സമയല്ലേ, ആ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതായത് അല്ല, ആ ചിരിച്ചോണ്ട് ഇവിടെ ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ സാധനത്ത് എനിക്കൊരു സാധനം ഇടാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. ഹരികൃഷ്ണൻസ് സിനിമ അല്ലേ, അതിലുണ്ടല്ലോ ചിരിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു പല്ലിന്റെ അടവ് പറയില്ല, അപ്പൊ ആ ചിരി ഇങ്ങനെ കുറച്ചിട്ട് ഇങ്ങനെ നാവ് വെച്ചിട്ട് ഇങ്ങനെ ആ ചിരി ഒതുക്കുന്നൊരു സാധനം ഉണ്ട്. അത് ഇടണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ മമ്മൂട്ടി അല്ലല്ലോ, അതുകൊണ്ട് പറ്റിയില്ല. അടുത്തതല്ല, ഫസ്റ്റ് വൺ ദ ഗേൾ ഫ്രണ്ട്. ഇതെന്തോ കളിയുണ്ട്. ഇതന്നെ ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ എപ്പിസോഡിലെ ലാസ്റ്റ് ദ ഗേൾ ഫ്രണ്ട് ആയിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഇതുവരെ തന്നെ കിട്ടിയത്. ഞങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം ഞാൻ പറഞ്ഞു തന്നല്ലോ. അപ്പൊ സായി പല്ലവി ഇത് ഗേൾ ഫ്രണ്ടാണ്, ജസ്റ്റ് ഫ്രണ്ട്. അപ്പൊ മറ്റേ സായി പല്ലവി മറ്റത് ക്രഷ് അല്ലടാ. പിന്നെ ക്രഷും ഞങ്ങൾ കേട്ടോ. എനിക്ക് വേറെ സംഭവം കാണിച്ചു തരാം. സായി പല്ലവിയെ ഞങ്ങൾ അസ്വസ്ഥരാണ്. അതായത് രാമായണ സിനിമയിൽ സീതയായിട്ട് സായി പല്ലവി എടുത്തത് ഞങ്ങൾ അസ്വസ്ഥരാണ്. അതിന് പകരം ഞങ്ങളുടെ ഈ മുതലൊക്കെ അതിൽ വന്നിരുന്നെങ്കിൽ. അതായത് രാവണൻ അടിച്ചോണ്ട് പോകാണല്ലോ സീതയെ. അപ്പോൾ സായി പല്ലവിയൊക്കെ യശ് വന്ന് കൊണ്ടാവുള്ളത് ഉണ്ടോ? കൺവിൻസിങ് ആവോ? യശിനല്ല, ഹൃതിക് റോഷൻ വരെ വന്നിട്ട് കൊണ്ടുപോകാനുള്ളതുണ്ട്. പിന്നെ അത് കൺവിൻസിങ് ആവോ ജനങ്ങൾക്ക്? ഞങ്ങള് കൺവിൻസിങ് ആക്കി കൊടുത്തോളാം കേട്ടോ. ഞങ്ങള് ആക്ടിങ്ങിൽ പിടിച്ചോളാം. നിങ്ങള് ഗ്ലാമറിലോ അതിലൊക്കെ നിങ്ങൾ കൊണ്ടുപോയിക്കോ. പക്ഷെ ഞങ്ങൾ അത്ര സൗന്ദര്യം ഉണ്ടാവണം. സൗന്ദര്യം ഇല്ലെന്ന് ആര് പറഞ്ഞു? സൈബറിലേക്ക് സൗന്ദര്യം ഇല്ല? സൗന്ദര്യമൊക്കെ ഉണ്ട്. പിന്നെന്താ, ചിലരുടെ കണ്ണിൽ കാണുന്ന സൗന്ദര്യം മറ്റുള്ളവർക്ക് ഉണ്ടാവില്ല. അതുണ്ടാവില്ല. അത് ഞങ്ങക്ക് നിർബന്ധമില്ല അങ്ങനെ ഞങ്ങൾക്ക് കാണുന്നു. ഓക്കെ, അപ്പൊ ഞങ്ങളെ സീത സായി പല്ലവിയ. എന്താണെങ്കിലും ഇതെടുത്ത് വെച്ചിട്ട് കുറച്ചു നേരമായി. ദ ഗേൾ ഫ്രണ്ട് നമ്മുടെ രശ്മികാമന്താണ് നായികയാവുന്ന സിനിമയാണ്. സിനിമയുടെ ഫസ്റ്റ് സിംഗിളിന്റെ അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട്. ഹിഷാം അബ്ദുൾ വഹാബാണ് സിനിമയുടെ മ്യൂസിക് ചെയ്യുന്നത്. രാഹുൽ രവീന്ദ്രനാണ് ഡയറക്ഷൻ. ഗേൾ ഫ്രണ്ട് തകർത്തേക്കണേ. അടുത്തത് വിശ്വംഭര. മെഗാസ്റ്റാർ ചിരഞ്ജീവി ഗാരു നായകനാവുന്ന സിനിമയാണ്. സിനിമയുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ന്യൂ ലൊക്കേഷൻ സ്റ്റിൽ വന്നിട്ടുണ്ട്. ഇത് വസിഷ്ഠ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് കേട്ടോ. കൊള്ളാം. ബിംബിസാര എന്ന സിനിമയുടെ ഡയറക്ടറാണെന്ന് തോന്നുന്നു. നല്ല സിനിമയാവട്ടെ. അതെനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. കാരണം അതിൻ്റെ ഗ്ലിംസ് കണ്ടപ്പോൾ കയ്യിൽ നിന്ന് പോയതാണ്. നല്ല സിനിമയായിരിക്കും, എന്നും എടുത്തു വെക്കാൻ. അതായത് ഒരു പ്രത്യേക ഷെൽഫ് ഉണ്ടല്ലോ നമുക്ക് അതിനകത്ത്. ആദിപുരുഷ്, ഇന്ത്യൻ 2, തഗ് ലൈഫ്, ആ ഷെൽഫിൽ അങ്ങനെ കുറേ ഉണ്ട്, നിറഞ്ഞു ഇപ്പൊ ആ ഷെൽഫ്. ഇപ്പൊ ഇപ്പുറത്താണ് നമുക്ക് അല്ലേ ഒഴിഞ്ഞെടുക്കുന്നത് ഈ ഷെൽഫ്. എന്തായാലും അതിലേക്ക് വെക്കാനുള്ള സാധനമായിട്ടാണ് ഞങ്ങൾ ഫീൽ ചെയ്തത്. അടുത്തത് മോഹിനിയാട്ടം. സിനിമയെ കുറിച്ച് സിനിമയുടെ ഡയറക്ടർ കൃഷ്ണദാസ് മുരളി കുറച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ സിനിമ ഭരതനാട്യം പോലെ ഒരു ഫീൽ ഗുഡ് മൂവി ആയിരിക്കില്ല, ഡാർക്ക് ഹ്യൂമർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു ഫീൽ ഗുഡ് പ്രതീക്ഷ ആരും അങ്ങോട്ട് ചെല്ലണ്ട. ഡാർക്ക് മതിയേ, നമുക്ക് ഡാർക്കും പോയി. ഓക്കെ, അടുത്ത കിഴി തന്ത വൈബ്. ടൊവിനോ തോമസ് നായകനാവുന്ന സിനിമയാണ്. ആഷിഖ് ഉസ്മാൻ്റെ പ്രൊഡക്ഷനിൽ വരുന്ന സിനിമ. മോസിൻ പരാരി സംവിധാനം ചെയ്യും. ഈ സിനിമ വളരെ സമയമെടുത്ത് നല്ല ബിഗ് ബഡ്ജറ്റിൽ കാത്തിരുന്ന് ചെയ്യേണ്ട സിനിമയാണെന്നാണ് ആഷിഖ് ഉസ്മാൻ പറഞ്ഞിരിക്കുന്നത്. വലിയ സിനിമയാണല്ലോ. ഞങ്ങൾക്ക് അർജന്റൊന്നുമില്ല, അതൊക്കെ ചെയ്താൽ മതി. നമുക്ക് അർജന്റുണ്ടോ? ഓരോ അർജന്റില്ല. അപ്പോൾ സമയമെടുത്ത് വന്നാൽ മതി, നല്ലതായിരിക്കണം കേട്ടോ. അതെ, അത്രേ ഉള്ളൂ. തന്ത വൈബ് തന്ത എന്നുള്ളത് ഓക്കെ, തന്ത വൈബ് എന്നുള്ളത് നെഗറ്റീവാണ്. അപ്പോൾ അത് പോസിറ്റീവാക്കി മാറ്റണം. സിനിമ വന്നിട്ട് നല്ല സിനിമയാണ്. പിന്നെ ഇങ്ങനെ ഈ പേര് തന്നെ വിളിക്കുമ്പോൾ അവരിങ്ങനെ ഓർക്കണം. അത്രയ്ക്കും സൂപ്പറാണ്. അടുത്തത് മാർഷൽ സിനിമയുടെ ഓഡിയോ റൈറ്റ്സ് തിങ്ക് മ്യൂസിക് സ്വന്തമാക്കിയിട്ടുണ്ട് കേട്ടോ. തമിഴ് ഡയറക്റ്റ് ചെയ്ത് കാർത്തി നായകനാവുന്ന കാർത്തി, നിവിൻ പോളി പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ്. സായി അബേങ്കറാണ് സിനിമയുടെ മ്യൂസിക്.
ഓക്കെ. കല്യാണി പ്രദർശനം കൂടി പറ. ആ കല്യാണി പ്രിയദർശനും പ്രധാന വേഷത്തിലെത്തുന്നു. നിങ്ങൾക്ക് കുറച്ച് ക്രഷ്ലിയാളുണ്ടെങ്കിൽ അത് മാത്രമേ പറയുള്ളൂ അല്ലേ? എനിക്ക് ക്രഷ് ഉള്ളവരുടെ കാര്യം മാത്രം ഞാൻ നോക്കിയപ്പോൾ മതി. കാഞ്ചന 4 ലോറൻസ് സംവിധാനം ചെയ്യുന്ന, ലോറൻസ് തന്നെ അഭിനയിക്കുന്ന സിനിമയുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഷെഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മഹാബലിപുരത്തായിരുന്നു അതിൻ്റെ. പുരം തന്നെയല്ലേ വന്നത്? ചെറുതായിട്ട്. ഓക്കെ, മഹാബലിപുരം അവിടെയായിരുന്നു ഇതിൻ്റെ ഷൂട്ട് നടന്നുകൊണ്ടിരുന്നത്. പൂജ ഹെഗ്ഡെ ഈ ഷെഡ്യൂളിൻ്റെ ഭാഗമായിരുന്നു കേട്ടോ. എന്തായാലും അടുത്തത് ഉടൻ തന്നെ തുടങ്ങും എന്നുള്ളതാണ് കേൾക്കുന്നത്. അങ്ങനത്തെ മിസ്റ്റേക്ക് ഒക്കെ നിന്റെ വരുള്ളൂ. അതങ്ങനെയാണ്. നോറ ഫത്തേഹി ഇതിൽ പ്രധാന വേഷത്തിലുണ്ടല്ലേ? ഉണ്ടോ? അപ്പോൾ നായിക പൂജ. തലൈവൻ തലൈവി സിനിമയുടെ ഓഡിയോ ഇന്നലെ പുറത്തു വന്നിട്ടുണ്ട് കേട്ടോ. പാണ്ഡ്യരാജ് കണ്ണനാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. പാണ്ഡ്യരാജ് കണ്ണൻ തന്നെ അല്ല അളിയാ? ഓക്കെ, പാണ്ഡ്യരാജ് കണ്ണൻ തന്നെയാണ് സിനിമ. കണ്ണനുണ്ടോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. പാണ്ഡ്യരാജ് ഇതിപ്പോ കണ്ണൻ എവിടുന്ന് വന്നാ അത് എനിക്ക് അറിഞ്ഞൂടാ. നീ കണ്ണനാണെന്നാണ് നീ ഉദ്ദേശിക്കുന്നത്. നീ ഇപ്പൊ 2-3 ദിവസമായിട്ടേ ഫുള്ള് നീ എന്റെ സാധനം നിന്റെ ഒലിപ്പീരായി നീ വേറൊരു ഒലിപ്പീരായി മാറിയിട്ടുണ്ട്. അങ്ങനെ ആവൂല. പക്ഷെ അത് തഴമ്പിച്ച് ഇങ്ങനെ ഒരു മുല്ലപ്പൂമ്പൊടി ഏറ്റു കിടക്കും കല്ലിനും ഉണ്ടാ സൗരഭ്യം. അത്ര എങ്ങോട്ടും അങ്ങനെ ആവാം. എന്താണ് സന്തോഷ് നാരായണനാണ് സിനിമയുടെ മ്യൂസിക് ചെയ്യുന്നത്. ജൂലൈ 25 സിനിമ റിലീസിനെത്തും. നായകനും നായികയും പറ. വിജയ് സേതുപതി, നിത്യാമേനോൻ. പേര് ലിസ്റ്റിലില്ല. വെറുതെ അല്ല വരാത്തത്. ലിസ്റ്റിലാകെ 2 പേരുള്ളടാ. ഒന്ന് സായി പല്ലവിയും ഒന്ന് രശ്മിക മന്ദാന. ഓക്കെ, അടുത്തത് ഒരു ചോദ്യമാണ്. നിബിൻ ജോബി ചോദിച്ചിരിക്കുന്ന ചോദ്യം. നിബിൻ ജോബ് അല്ലേ? നിബിൻ ജോബി. നമ്മുടെ ജോബ് നമ്മളിപ്പോൾ പറയാം. നിബിൻ ജോബിയാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ ജോബ് ഇതാണ്. അതായത് ആൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫൈറ്റ് നന്നായിട്ട് ചെയ്യുന്ന നടൻ ആരാണെന്നുള്ളതാണ്. ഏത് ലാംഗ്വേജ് ആണോ പോലെ? മലയാളത്തിലായിരിക്കും. മലയാളത്തിലാണെങ്കിൽ ഉണ്ണിമൂന്തൻ. സത്യം, ഉണ്ണിമൂന്തൻ കിട്ടില്ല ഫൈറ്റ്. അതിനപ്പുറത്തേക്ക് വേറെ ആരുമില്ല. ബാക്കിയൊക്കെ അവരവരുടെ ഇതിൽ ചെയ്യുന്നുണ്ടെങ്കിലും ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടൊക്കെ ചെയ്തിട്ട് പോകുന്നത് ഉണ്ണിമൂന്തൻ തന്നെ. ഫൈറ്റിൽ അത്രയും ഫ്ലെക്സിബിലിറ്റി ഉള്ള ഒരു നടൻ വേറെ ഉണ്ടെന്ന് തോന്നുന്നില്ല മലയാളത്തിൽ കേട്ടോ. അതെ, മലയാളത്തിൽ വേറെ ഇല്ല. തമിഴില് പിന്നെ മുൻപേ ഉണ്ടായിരുന്നു ലാലേട്ടനൊക്കെ ഗംഭീരമായിട്ട് ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പൊ ചെയ്യുന്ന ഫൈറ്റുകളും അതും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളും ഫൈറ്റുകൾക്ക് മാറ്റം വന്നിട്ടുണ്ട്. അപ്പൊ അതിൻ്റെതായ വ്യത്യാസം അത് ശരിയാണ്. പിന്നെ തമിഴിലൊക്കെ വിജയ്, സൂര്യ അവരൊക്കെ അടിപൊളിയായിട്ട് ചെയ്യും. ഇപ്പൊ വിക്രം ഒക്കെ എല്ലാവരും ഗംഭീരമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അത് ഒരാളെയും സെലക്ട് ചെയ്യാൻ പറ്റൂല. ബോളിവുഡ് ഹൃതിക് റോഷൻ. പിന്നെ മറ്റൊന്നും ഉണ്ട് കേട്ടോ. ടൈഗർ ഷ്രോഫ്, വിദ്യുത് ജമാൽ, കുറേ ഉണ്ട്. അതിനും പറയാൻ പറ്റും. വിദ്യുത് ഒരു രക്ഷയില്ലാത്ത ആക്ഷൻ ചെയ്യുന്ന ആളാണ്. അല്ലേ, ഈ ബോളിവുഡിൽ അധികം ശരിക്ക് ആക്ഷൻ സിനിമകൾ കുറവായിരുന്നില്ലേ ഒരു കാലഘട്ടത്തില്? ഫുള്ള് പ്രണയമല്ലായിരുന്നു. പ്രണയം, പ്യാറില്ലാത്ത ഒരു സിനിമ പേര് പോലും ഉണ്ടാവില്ല അല്ലേ? ആലോചിച്ച് ഫുള്ള് പ്യാറായിരിക്കും ബാക്കി വരുന്നതൊക്കെ. അങ്ങനെ കുറെ ഒരു കാലഘട്ടം ഫുള്ള് അതായിരുന്നു. നമ്മളതിൻ്റെ കട്ട ആരാധകരായിരുന്നു. ഒരു സമയത്ത് നമ്മൾ വഞ്ചിച്ചൊരു സിനിമ ഉണ്ട്. ദഡ്കൻ. ഏതാണ് ആ ചാനല്? സഹാറയിലോ ഏതിലോ ഒന്ന് വരും എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കാത്തിരിക്കുക. ഒരാഴ്ചത്തെ കാത്തിരിപ്പ്. അന്നത്തെ ദിവസം കറണ്ടില്ല. കറണ്ട് വരും പോവും. എന്നിട്ട് കാത്തിരിക്കുക. സമയമായിട്ടില്ല കേട്ടോ. കറണ്ട് പോയി. പിന്നെ വന്നിട്ടേ ഇല്ല. അതിന് ശേഷം അടുത്ത തവണ പിന്നെ ഇതിനെത്തൂലേ തിയേറ്ററിൽ, TV-യിൽ. അങ്ങനെ ഇതേ ചാനലിൽ വന്നു. അന്ന് കണ്ടപ്പോഴാണ് മനസ്സിലായത് അന്ന് കറണ്ട് പോയത് നന്നായിരുന്നു. അത് ഇത് ഈ പറഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഓർക്കുന്നത്. ഞാൻ ഇതിനാ ചോദ്യത്തിൽ പെടുന്ന കാര്യമല്ലോ കേട്ടോ. ഒരു സമയത്ത് മറ്റേ സ്റ്റാർ മൂവീസ്, ഫുൾ സ്റ്റാർ മൂവീസാ. രാത്രി 12 മണിക്ക് മറ്റേ ഇതുണ്ടായിരുന്നു, വൂൾഫ്. അതിലെ സിനിമകൾ അതൊക്കെ ആയിരിക്കും വരിക. സ്റ്റാർ മൂവീസ് ചാനൽ, സ്റ്റാർ മൂവീസ് അങ്ങനെ പരിപാടി ഉണ്ടായിരുന്നു. കാത്തിരുന്നിട്ട് പിന്നെ കുറച്ച് വേറെ ഏതൊക്കെ വീഡിയോ ഒക്കെ കയറ്റി. അതൊന്നും എനിക്കറിയില്ല. ഞാൻ സ്റ്റാർ മൂവീസിന്റെ കാര്യമാണ് അറിയില്ല. അപ്പൊ പിന്നെ എന്തിനാ പറഞ്ഞത് അത് മാത്രമേ വരുള്ളൂ?
സ്റ്റാർ മൂവീസിൽ വരുന്ന സിനിമകളുടെ കാര്യം പറഞ്ഞത് നല്ല ടൈം ആക്ഷൻ സിനിമകളായിരിക്കും വരുന്നത്. ഇത് ഭയങ്കര ആഗ്രഹിച്ചിരുന്ന സിനിമ കാണണമെന്ന്. പടം തുടങ്ങി ഇയാളെ ചെന്നായി വന്ന് കടിക്കുന്ന സീൻ വരെ കണ്ടു. ഇത്രയും കാലമായിട്ട് ഞാൻ പിന്നെ ആ പടം കണ്ടിട്ടില്ല. സത്യമായിട്ട് ഞാൻ വൂൾഫിന്റെ 2ാം ഭാഗം 3ാം ഭാഗം ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ആ ഒരു സാധനം വൂൾഫ് ഫസ്റ്റ് വന്നത് പിന്നെ കണ്ടിട്ടില്ല. ഇനി അതൊന്നും എവിടെ നിന്നെങ്കിലും തപ്പിയെടുക്കണം. ഇപ്പൊ അത് ഉറപ്പിച്ചത് നന്നായി. സത്യമായിട്ട് പറയുമ്പോ ആ ഒരു കറണ്ട് അന്ന് കളഞ്ഞ ആളില്ലേ, ഒരാളുടെ കയ്യിലുണ്ടാവുമല്ലോ അതില് താത്തിയത്. ആളിപ്പോ ഇതിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് ഈ സബ്സ്ക്രൈബേഴ്സിൽ ഈ വീഡിയോ കാണുന്ന എവിടെയെങ്കിലും ആണ്, ആള് തല തല്ലിച്ചാവും. അയാൾക്ക് സഹിക്കാൻ പറ്റില്ല. താൻ ഇത്രയും വലിയ പാപം അന്ന് ചെയ്തിട്ടുണ്ട്. അത് ഇത്രയും നീണ്ടു നിൽക്കുന്ന ഇത് ഇപ്പോഴെങ്കിലും തുറന്നു പറഞ്ഞ നന്നായി. എത്ര കൊല്ലമായി. അത് മാത്രല്ല, അത് ഇതുവരെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലാന്ന്. ഞാനത് കണ്ടിട്ടില്ല. എനിക്ക് അതിന്റെ ദേഷ്യം, പ്രതികാരം. ശരിക്കും ഇതിന് പ്രായശ്ചിത്തം ചെയ്യണം. ആ ആൾ ഇത് കാണുന്നുണ്ടെങ്കിൽ ആളൊരു CD അയച്ചു കൊടുക്കും. പക്ഷെ CD ഇപ്പോൾ എവിടെ ഇടും? ഫയൽ അയച്ചു കൊടുക്കണം. ടെലഗ്രാമിൽ ഫയൽ അയച്ചാൽ മതി, ഞാൻ ഡൗൺലോഡ് ചെയ്തോളാം. ഫുള്ള് ടെലിഗ്രാമിന്റെ ആളാ. ഗ്രൂപ്പുകളൊക്കെ ഏതൊക്കെയാ നോക്കിയാൽ അറിയണം പലരുടെയും പൊയ്മുഖങ്ങൾ. പൊയ്മുഖങ്ങളോ? ഞാൻ ടെലിഗ്രാമേ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ സിനിമയൊക്കെ ഞാൻ നേരിട്ട് സ്ട്രീം ചെയ്ത് എല്ലാം ഇവിടെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. വലിയ ടീം. ഞങ്ങൾ അങ്ങ് വിശ്വസിച്ചു. സത്യം. ആയിക്കോട്ടെ, അടുത്ത് കിഴിയെടുക്ക്. നീയാണ് എടുക്കേണ്ടത്. ഞാനാ എടുക്കങ്ങോട്ടെ. പണിയെടുപ്പിക്കാൻ നടക്കൂല. അടുത്തത് ഇത് അടുക്കന് അത്രയും കാത്തിരിക്കാൻ കാരണം എന്താ അറിയോ? അടുക്കനിലെ സോങ് ഉണ്ടായിരുന്നു, പാട്ട്. അമ്പോ സത്യം. അന്നത്തെ ഹിന്ദി സോങ്ങുകള് 7 മിനിറ്റും 8 മിനിറ്റും. അതിന്റെ ഒക്കെ രസം എന്തായിരുന്നു സോങ് ഒക്കെ. ഹിറ്റ് ആയിട്ടുള്ള സോങ്ങുകളൊക്കെ വേറെ ലെവലായിരിക്കും. ഭീകര. അതാണേ, ഒരു പടത്തിൽ ഒരു സോങ് ഒന്നും ആയിരിക്കൂല. എന്ത് രസമായിരിക്കും അവരെ കേട്ടിരിക്കാൻ. എന്താണെങ്കിലും അടുത്ത കിഴി എടുത്തിട്ടുണ്ട് ഖലീഫ. സിനിമയുടെ പൂജ ജൂലൈ 16 നടക്കാൻ പോവാണ് കൊച്ചിയിൽ വെച്ചിട്ട്. വളരെ ചെറിയൊരു പരിപാടിയായിരിക്കും. ചെറുതായിരിക്കും, ഒരു 150 പേർ. ചെറുതായിരിക്കും, മാന്യന്മാരെ വിളിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങളില്ല. ഞാൻ പറയാൻ വരികയായിരുന്നു. അപ്പോൾ ഞങ്ങളെ വിളിച്ചിട്ടില്ല. അപ്പോൾ ചെറിയൊരു പരിപാടി. അതിനുശേഷമാണ് അങ്ങോട്ട് പോകുന്നത്. ഏത് ഓഗസ്റ്റിൽ UK ഷൂട്ടുണ്ട്. 10 ദിവസത്തെ ഷൂട്ടാണ്. അപ്പോൾ പൃഥ്വിരാജ് നായകനാവുന്ന സിനിമ വൈശാഖ് സംവിധാനം ചെയ്യും. അടുത്ത ബിഗ്ഗിയാണ്. ബിഗ്ഗി വേൾപാരി. വേൾപാരി ഒന്ന് കിളി പറയാലോ. വേൾപാരി. വേൾപാരി ശങ്കർ. കിളി തിരിച്ചു കിളി അല്ല, പാറിന്ന് വന്നപ്പോൾ എന്തോ പാറിയത് പോലെ ഫീൽ ചെയ്തു. വേൾപാരി, അതായത് നമ്മുടെ ശങ്കറിന്റെ ഡ്രീം പ്രൊജക്ട്. ഇനി അടുത്തത് അതാണെന്നാണ് ആള് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇതിന്റെ മുൻപ് ആളുടെ ഡ്രീം പ്രൊജക്ട് എന്തിനായിരുന്നു. അത് സക്സസ്ഫുള്ളി അത് സത്യമായിട്ടുണ്ട്. ഓക്കെ, ഇനി അതും അതുപോലെ തന്നെ ഇതും സത്യമാവട്ടെ. വേൾപാരി, അതായത് ഗെയിം ഓഫ് ത്രോൺസ്, പിന്നെ അവതാർ, ഇതൊക്കെ പോലെ വേൾഡിൽ മൊത്തത്തിൽ ഞെട്ടിക്കാളൊരു സംഭവമുള്ള, അതായത് അതിനുള്ള ആംബിയറുള്ളൊരു സിനിമയായിരിക്കും എന്നാണ് ആള് വിശ്വസിക്കുന്നത്. അതിനുള്ള ആംബിയർ ശങ്കറിനുണ്ടോ എന്നുള്ളത് ഞങ്ങളിപ്പോൾ വിശ്വസിക്കുന്നില്ല. ആംബിയർ ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഇപ്പോ അന്ന് ഉണ്ടായിരുന്നു അതിനുള്ള ആംബിയർ. പണ്ട് ഞങ്ങള് എനിക്ക് ശങ്കറിനോട് ഒരു ദേഷ്യമല്ല, എനിക്ക് ഒരേ ഒരു ദേഷ്യമുള്ളൂ. ഇന്ത്യൻ 2 ചെയ്തൊന്നും എനിക്ക് പ്രശ്നമല്ല. അതായത് ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണേ, അതിൽ ചെകുത്താനായിട്ട് കീടിന്, അതായത് ഒരു ദിവസം 2 ദിവസമൊക്കെ മേക്കപ്പൊക്കെ ഇട്ട് പോരെ ലുക്കാക്കിയിട്ട്, 2 ദിവസമൊന്നുമില്ല, അത് കോമഡിക്ക് വേണ്ടി പറയുന്നതാണ്. അത് മണിക്കൂറുകളോളം വിക്രമനും മേക്കപ്പൊക്കെ ഇട്ട് കൊമ്പൊക്കെ വെച്ച് ചെകുത്താൻ്റെ ഞാൻ ഇതുവരെ കാണാത്തൊരു ലുക്കിൽ ചെകുത്താൻ അവതരിപ്പിച്ചു. ഒരു സോങ്ങിൽ മാത്രം കൊണ്ടുവന്ന് ഒതുക്കി. അതൊരു സത്യം. ആ സോങ്ങിന് വേണ്ടിയിട്ടാണ് അങ്ങനെ അവതരിപ്പിച്ചു. അതെ, അത് എന്ത് പൊട്ടത്തരാണ്. അങ്ങനത്തെ ഒരു ലുക്കൊക്കെ ഒരു സീനിലെങ്കിലും അല്ലെങ്കിൽ ഇയാളെ ഫാൻറ്റസി കൊണ്ടുവന്ന് സോങ്ങിൽ കൊണ്ടുപോയി വളർത്തും. എന്തിനാണ് അത്രയും പൈസ ആഴത്തിൽ മുടക്കി? എന്ത് അങ്ങനെയൊന്നും ഓർമ്മിപ്പിക്കരുത്. ഇപ്പം പല ആൾക്കാരും അത് മറന്നുപോയിരിക്കുന്നു. നീ സോങ്ങിന്റെ പൈസ മുടക്കേണ്ട കാര്യം ഒന്ന് ഓർമ്മിക്കല്ലേ. ആ സോങ്ങേ സോങ്ങിലെങ്കിലും നീ കണ്ടല്ലോ. അടുത്തത് 45 സിനിമയുടെ പുതിയൊരു പോസ്റ്റർ വന്നിട്ടുണ്ട്. ശിവരാജ് കുമാറിന്റെ ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ട് വന്നിട്ടുള്ള പോസ്റ്ററാണ്. അർജുൻ ജന്യാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. രാജ്ബി ഷെട്ടിയും ശിവരാജ് കുമാറും പ്രധാന വേഷത്തിലെത്തുന്ന സിനിമ.
ഓക്കെ, ഇത് അടുത്ത ബിഗ്ഗാണ്. യെസ്, കന്നഡയിൽ നിന്ന് വരുന്ന ബിഗ്ഗസ്റ്റ് സാധനം. ആവട്ടെ കിഴിയെടുക്ക്. കഴിഞ്ഞിട്ടില്ലല്ലേ? ആഹാ, ആ നേരത്തെ വേൾപ്പാരിൻ്റെ ഒപ്പം പാറിയ ഒരു പാറലുണ്ടായിരുന്നു, അതെന്തോ ആണ്. മൊത്തം വെളിയിൽ പോയോ? ആവട്ടെ, അടുത്തത് മൊത്തം വെളിയിൽ പോയോന്ന്. പിന്നെ ആദ്യമായിട്ട് ഒരാൾ അംഗീകരിച്ചു. വെളിയിൽ പോയോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉള്ളിൽ എന്തോ ഉണ്ട് എന്നുള്ളതിൻ്റെ അർത്ഥം. അതെ, അത് ചെളിയാണെങ്കിൽ പോലും അതുണ്ടെന്നുള്ള എല്ലാവരും എല്ലാവരും അംഗീകരിച്ചിട്ടുള്ളതാ. അത് മതി. ഓക്കെ, ഞാൻ കൃതജ്ഞനായി. മതി. അടുത്ത കിഴി സഞ്ജയ് ദത്ത്. ലിയോനെ കുറിച്ച് പറഞ്ഞത്. ഓക്കെ, ലിയോ സിനിമയുടെ ക്യാരക്ടറിനെ കുറിച്ച് നമ്മുടെ സഞ്ജയ് ദത്ത്, അതായത് KD ദ ഡെവിൾ എന്ന സിനിമയുടെ ടീസർ ലോഞ്ച് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ സഞ്ജയ് ദത്ത് പറഞ്ഞതാണ്, ലോകേഷിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ലോകേഷ് എനിക്ക് ഒരു നല്ല വേഷം തന്നു, നന്നായിട്ട് തന്നു. ലിയോ സിനിമയിൽ ഒരു ക്യാരക്ടർ തന്നിട്ട് അത് ഹോസ്റ്റ് ആക്കി എന്നാണ് പറയുന്നത്. തന്നെ യൂസ് ചെയ്തില്ല. സത്യം തന്നെ, സത്യമാണത്. സഞ്ജയ് ദത്തിനെ ശരിക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ട് യൂസ് ചെയ്തിട്ടില്ലാത്ത, പെട്ടെന്ന് വെറുതെ കൊണ്ടൊന്ന് കൊന്നു കളഞ്ഞിട്ട് പോയി. അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല സഞ്ജയ് ദത്ത് മരിച്ചു. ഞാൻ ഇപ്പോഴും ചിന്തിച്ചോണ്ടിരിക്കുക, മരിച്ചിട്ടില്ലേ, ഇനിയിപ്പോ വരും. സത്യ ആള് കുറഞ്ഞ കഴുത്ത് ഒടിച്ചു കളയും, അങ്ങനെ എന്തോ ഒരു സാധനം കാണിക്കും. ഓർമ്മ എത്ര ഭീകരമായിട്ട് കൊണ്ടുവരായിരുന്നു പിന്നീടുള്ള സീനുകളിൽ. സത്യം, ആ സാധനത്തിന് അവിടെ അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും നല്ല രീതിയിൽ യൂസ് ചെയ്യണ്ടേ? എന്തായാലും യൂസ് ചെയ്തിട്ടില്ല. യൂസ് ചെയ്തിട്ടില്ല, അത് നമ്മൾ അങ്ങനെ അംഗീകരിക്കുന്നു, കൂടെ നിൽക്കുന്നു. എന്താണെങ്കിലും കീഴ് എപ്പിസോഡ് കൊടുത്ത് തന്നിട്ടുണ്ട്. മറ്റുള്ള വിശേഷങ്ങൾ നമുക്ക് അന്ന് തോന്നിയില്ലെങ്കിൽ ഇപ്പൊ തോന്നുന്നുണ്ട്. അന്നിങ്ങനെ ഇന്ന ആൾക്ക് ഇത്ര ഉള്ളൂ അങ്ങനത്തെ ഒരു സാധനം തോന്നിയിട്ടില്ല. ഞങ്ങൾ ഓൺലി ഫോക്കസ് ചെയ്തത്. പക്ഷേ സഞ്ജയ് ദത്ത് പറയുമ്പോൾ നമുക്കത് വിഷയമാണ്. അതെ, അത് നമുക്ക് പ്രശ്നമാണേ. നമ്മുടെ ചെറുക്കൻ അതിന് വേദനിക്കുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ സങ്കടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെ പിടിച്ചാൽ കിട്ടൂല. ഞങ്ങൾക്ക് ഭയങ്കര വിഷമം. മറ്റുള്ളവരുടെ വിഷമത്തിൽ കൂടെ വിഷമിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ, സത്യമായിട്ടും. പക്ഷെ എന്നാലും ശങ്കർ ആ ചെറുക്കാനെ കൊണ്ടുവന്നിട്ട് അയാൾ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ടായിരുന്നു ആ ഗെയിം ചേഞ്ചർ കഴിഞ്ഞപ്പോ. നീ എന്നിട്ട് അയാളുടെ കൂടെ നിന്നോ? അത് മൂപ്പര് മാത്രം വിഷമിച്ച കാര്യം, മൂപ്പര് എന്നെ വിഷമിപ്പിച്ച കാര്യം ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഞാൻ അതിന് മുമ്പ് പറഞ്ഞതില്ലേ, നമ്മള് കൂടെ നിൽക്കുന്നു പറഞ്ഞില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ചോദിച്ചേ. ഞാൻ കൂടെ നിന്നുണ്ടായിരുന്നല്ലോ. ഇനി അത് പോട്ടെ, കൂടുതൽ കുത്തി നോയിച്ചില്ലേ. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, ആ താത്താനും കുത്തി നോയിക്കുന്നുണ്ടല്ലോ, മറ്റേ തഗ് ലൈഫിലെ താത്താന്റെ കാര്യം പറഞ്ഞു. അയാളെ നീ എന്തുമാത്രം ഉപദ്രവിച്ചു. അതാ ഞാൻ പറഞ്ഞത്, തല്ലിയ നന്നാവും എന്നുള്ളവരെ മാത്രമേ നമ്മൾ തല്ലുള്ളൂ. ഇതൊക്കെ നമ്മൾ വിട്ട കേസുകളാണ് മാത്രമേ ഉള്ളൂ. മാധവ് സുരേഷിനെ നമ്മൾ തല്ലുവോ? ഇല്ല. എന്താണെങ്കിലും ഞങ്ങൾ പോവുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം. ബൈ. മാധവ് സുരേഷാണ് ആള്. നമ്മളെ വീഡിയോന്റെ അടി വന്നിട്ട് കമന്റ് ഇടും.